മുതൽ ഡ്രൈവർ അർജുൻ സംശയനിഴലിലായിരുന്നു. ഇതടക്കമുള്ള നിരവധി വിഷയങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഏതായാലും കെ അരുൺകുമാർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കണ്ടുവരാം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള മടക്ക യാത്രക്കിടെയാണ് ബാലഭാസ്കർ സഞ്ചരിച്ച വാഹനം ഒരു മരത്തിൽ ഇടിച്ചു കയറുകയും ബാലഭാസ്കറും മകളും മരിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിക്കും അതുപോലെ തന്നെ ഡ്രൈവറായിരുന്ന അർജുനും ഗുരുതരമായി പരിക്കേറ്റത്. അമിത വേഗത്തിൽ ഒരു മരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറിയാണ് അപകടമുണ്ടാവുന്നത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ആ വാഹനം വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് ഈ 4 പേരെയും പുറത്തെടുത്തത്. ഈ മരണം സംഭവിച്ചു, അന്വേഷണം തുടങ്ങി. ആദ്യം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, പിന്നെ ക്രൈംബ്രാഞ്ച്, പിന്നെ CBI, അങ്ങനെ പോകുന്നു അന്വേഷണം. പക്ഷെ തുടക്കത്തിൽ തന്നെ പോലീസിനെ വട്ടം കറക്കിയൊരു സംഭവം ആരാണ് ഈ വാഹനം ഓടിച്ചത് എന്ന് സംബന്ധിച്ചാണ്. എന്നാൽ ആശുപത്രി വിട്ടിറങ്ങിയ ലക്ഷ്മിയെയും അതുപോലെ തന്നെ അർജുനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയവർ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് നൽകിയത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അന്ന് എല്ലാവരുടെയും മുഖത്തൊക്കെ രക്തമുണ്ടായിരുന്നു. ആരാണ് മുൻസീറ്റിലിരുന്നെന്ന് പറയാൻ പറ്റാത്ത വിധം ഈ കാറിനകത്തുള്ള സീറ്റുമൊക്കെ മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് വാഹനം ഓടിച്ചത് എന്ന് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം അന്നേരം കിട്ടിയില്ല. പക്ഷേ മൊഴി നൽകിയ അർജുൻ അന്വേഷണത്തെ ആദ്യഘട്ടത്തിൽ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്നും ബാലഭാസ്കർ ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നുമായിരുന്നു അർജുൻ്റെ മൊഴി. പക്ഷെ പിന്നീട് പോലീസിന് സംശയം തോന്നി. കാരണം അർജുൻ്റെ പശ്ചാത്തലമാണ് സംശയം വർദ്ധിപ്പിക്കാനുള്ള കാരണം അർജുൻ മുമ്പ് ചില ATM കവർച്ചാ കേസുകളിലും മറ്റ് അടിപിടി കേസുകളിലൊക്കെ പ്രതിയായിരുന്നു. പാലക്കാട് ബാലഭാസ്കറിന് അടുത്ത ബന്ധമുള്ള ഒരു ആയുർവേദ ആശുപത്രി നടത്തുന്ന ഒരു കുടുംബമുണ്ട്. അവരുടെ ബന്ധുവായിരുന്നു ഈ അർജുൻ. അർജുനെ പുതിയൊരു ജീവിതം നൽകാനും നല്ല നടപ്പിലേക്ക് നയിക്കുന്നതിനും വേണ്ടി ഡ്രൈവറായി ജോലി കൊടുക്കണമെന്ന ആ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് തിരുവനന്തപുരത്ത് എത്തിക്കുകയും ഇങ്ങനെ ഡ്രൈവറായി ജോലി കൊടുത്തതെന്നാണ് പിന്നെ പോലീസിൻ്റെ റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. പക്ഷേ അർജുൻ്റെ ഈ മൊഴി എങ്ങനെ കളവാണെന്ന് തെളിയിക്കാൻ അതിന് ശാസ്ത്രീയമായി ഒരു അവലംബമാണ് പോലീസ് സ്വീകരിച്ചത്. ഈ പറയുന്ന അപകടം പോലീസ് പുനരാവിഷ്കരിക്കുകയുണ്ടായി. ക്രൈംബ്രാഞ്ച് അതുപോലൊരു ഇന്നോവ കാർ കൊണ്ടുവന്ന് അതേ വേഗത്തിൽ ഓടിച്ച് അങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കുകയും അവിടെ ഫോറൻസിക് സംഘമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോറൻസിക് സംഘം വിശദമായി അർജുന് ഏറ്റ പരിക്കുകൾ പരിശോധിക്കുകയും ഡ്രൈവർ സീറ്റിലിരുന്ന ഒരാൾക്കുണ്ടാകുന്ന പരിക്കുകളാണ് അർജുനുണ്ടായതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് താനാണ് വാഹനം ഓടിച്ചതെന്ന് അർജുൻ സമ്മതിച്ചത്. അതേ അന്വേഷണ റിപ്പോർട്ട് ശരിവയ്ക്കുന്നതായിരുന്നു തുടർന്ന് അന്വേഷണം നടത്തിയ CBIയുടെയും കണ്ടെത്തൽ. അമിത വേഗത്തിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് അർജുനെ പ്രതിയാക്കിയാണ് CBI കേസ് കുറ്റപത്രം നൽകിയത്. പക്ഷേ ഇതിനുള്ളിൽ തന്നെ ബാലഭാസ്കറിൻ്റെ ചില സുഹൃത്തുക്കൾ തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് സംഘം നടത്തിയിട്ടുള്ളൊരു അട്ടിമറിയാണ് ഈ അപകടമെന്നാണ് ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളുമൊക്കെ ആരോപിച്ചത്. അതുപോലെ ഈ അർജുൻ ഇവരുടെ ഒരു വാടക കൊലയാളിയായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു അട്ടിമറിയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വാഹന അപകടം എന്ന നിലയാണ് CBI ആദ്യത്തെ പ്രാവശ്യവും പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലും പറയുന്നത്. പക്ഷേ അതിനിടയിലാണ് ഈ മലപ്പുറത്ത് സ്വർണം തട്ടലിൽ വീണ്ടും അർജുൻ പങ്കാളിയായിക്കൊണ്ടുള്ള പോലീസിൻ്റെ കണ്ടെത്തൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉന്നയിച്ച ആരോപണം വീണ്ടും ആവർത്തിക്കാനും മാത്രവുമല്ല അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇപ്പോൾ വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു അന്വേഷണം വേണം. ഈ പറയുന്ന അട്ടിമറിയാണ് ബാലഭാസ്കറിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഒരു വലിയ അട്ടിമറിയാണ്, അതിനകത്ത് സ്വർണ്ണക്കടത്ത് സംഘം തന്നെയാണെന്ന് വീണ്ടും കുടുംബം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുറ്റപത്രം തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയെ സമീപിക്കുമോ? എന്താണ് വാസ്തവത്തിൽ ബാലഭാസ്കറിൻ്റെ മരണത്തിന് പിന്നിൽ സംഭവിച്ചത്?